ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.എൻ. ജബ്ബാറാജി അവர்களെ, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ലത്തി പിള്ളേരി, അദ്ദേഹം ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു. ഈ സ്കൂളിൻ്റെ പുരോഗതി കാര്യമായ പങ്ക് വഹിച്ച ആളാണ്. അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ കെട്ടി, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടില്ല, പ്രതീക്ഷിക്കുന്നുണ്ട്. ഷഫീറ സലാം, നൂർജാൻ സലാം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഈ പ്രദേശത്തിൻ്റെ മെമ്പർ കൂടിയാണ്. ഷറീന കബർ, അവരാണ് ഈ സ്കൂളെത്തുന്ന ശ്രമിച്ചത്. പിന്നെ ബാലത്തിൽ ബാപ്പുവാക്ക ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ പ്രയാസമുള്ള സംഗതി ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്, ആശംസ അറിയിച്ചിട്ടുണ്ട്. പിന്നെ AU അബ്ദുൽ ഗഫൂർ, അരീക്കോട് BRC നന്ദി പറയുന്ന അമീൻ ഹസൻ മൻസൂർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ യാദൃച്ഛികമായാണ് ഇങ്ങനെ സ്വാഗത പ്രസംഗം പറയാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ മാനേജർ എന്നുള്ള നിലക്ക് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അന്നപ്പോൾ ടീച്ചറൂടെ പറഞ്ഞു, പിന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ, അതിന് നാളെ 10 മണിക്ക് തിരുവനന്തപുരത്ത് ഹിയറിംഗാണ്. അതിന് ടീച്ചർ തന്നെ പോകണം, വേറെ ആരും പോയാലും ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ടീച്ചറൂടെ പറഞ്ഞു, ഈ 1ാം തരത്തിൽ ചേർക്കുന്ന കുട്ടികൾക്ക് ID നമ്മൾ ആധാറാണ് കൊടുക്കുക. കഴിഞ്ഞ കൊല്ലം അത് ആധാർ വാലിഡ് ID എന്ന് പറഞ്ഞ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള, അങ്ങനെ ജൂൺ 6-ാം തീയതി 6ാം പ്രവൃത്തി ദിവസം ഉള്ള കുട്ടികൾക്ക് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അതിനുശേഷം വാലിഡായത് അംഗീകരിക്കുക. 15/7-നാണ് യഥാർത്ഥത്തിൽ ഫിക്സേഷൻ നടത്തുന്നത്. അന്ന് വരേണ്ട അപ്പം 10-ാം തീയതി ആയപ്പോൾ നമുക്ക് മുഴുവൻ കിട്ടിയിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ നമുക്കൊരു 3 പോസ്റ്റ് ഇവിടെ ഇല്ലാതെ നമ്മൾ അപ്പീൽ കൊടുത്തു. മറ്റൊന്നും പല സംഘടനകളും വിദ്യാഭ്യാസങ്ങളും ഒക്കെ പഠിച്ചതിൻ്റെ ഫലമായി അത് അനുവദിച്ചു. പക്ഷെ അനുവദിച്ചപ്പോൾ ആ ഹിയറിങ്ങിന് കാസർഗോഡ് അരീക്കോട് AU ഓഫീസിലോ അല്ലെങ്കിൽ മലപ്പുറം DD ഓഫീസിലോ വെച്ചാൽ മതി. പക്ഷേ ഗവൺമെൻറ് എന്താണെന്നറിയില്ല, ഏതായാലും തിരുവനന്തപുരത്ത് വെച്ച് അതിനാണ് വേണ്ടി പോയതാണ്. അത് പരമാവധി 10:30 വണ്ടി ആയതുകൊണ്ട് നിങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് പോയതാണ്. ആ പകരമാണ് ഞാൻ ഈ സ്വാഗത പ്രസംഗം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് പോരായ്മകൾ ഉണ്ടായിരുന്നു വരും, നിങ്ങൾക്ക് നിൽക്കണം. ഈ സ്കൂളിൻ്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ജബ്ബാറാജി മുഴുവൻ അറിയുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. കേന്ദ്ര ഗവൺമെൻറ് ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന പദ്ധതിയിൽ അനുവദിച്ച ഒരു സ്കൂളാണ്. അന്നത്തെ മന്ത്രി E.T. മുഹമ്മദ് ബഷീർ സാഹിബായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗവൺമെൻറ് രാജീവ് ഗാന്ധി കൊണ്ടുവന്നതാണ്. പിന്നെ അത് പിന്നീട് വന്ന ഗവൺമെൻറ്റാണ് അത് നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കി 995 അങ്ങനെ അപേക്ഷ ക്ഷണിച്ച് നമ്മൾ ഇവിടെ ഈ കലം എന്ന് പറഞ്ഞാൽ കേരള അഡൽട്ട് ലിറ്ററേറ്റ് ഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് അതിന് മുഴുവൻ ഇത്. അതായത് ഇവിടെ വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാവുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രസിഡന്റ് NV ഇബ്രാഹിം ആയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു നമ്മൾ അപേക്ഷ കൊടുക്കുക. അങ്ങനെയാണ് അദ്ദേഹം അപേക്ഷ കൊടുത്തു. നമ്മൾ സ്കൂൾ അനുവദിച്ചപ്പോൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ അന്നത്തെ മെമ്പർ അബ്ദുൽ മുസ്ലിയാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഒരു മീറ്റിംഗ് വിളിക്കാൻ. അങ്ങനെ ഇവിടെ മീറ്റിംഗ് വിളിച്ചു. 187 ആളുകൾ ആ മദ്രസയിൽ പങ്കെടുത്തു. അപ്പോൾ അവരോട് പറഞ്ഞു സ്കൂൾ അനുവദിച്ചിട്ടുണ്ട്, അതിൻ്റെ കടലാസ് പണികളൊക്കെ ഞങ്ങൾ എടുക്കുക, ബാക്കി ഞങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു. അതുകൂടെ ആ കമ്മിറ്റി ഉണ്ടാക്കി. NB വീരാൻകുട്ടി ആയിരുന്നു പ്രസിഡന്റ്, സെക്രട്ടറി അന്നത്തെ മെമ്പർ അബ്ദുൽ മുസ്ലിയാർ, പ്രൊഫസർ നമ്മളെ ആരുമായിരുന്നു. അങ്ങനെ അവർ കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണ് സ്കൂൾ തുടങ്ങിയത്. 995 തുടങ്ങിയെങ്കിലും
സ്കൂളിൽ ശമ്പളം കൊടുക്കുന്ന പരിപാടിയൊന്നും ഗവൺമെൻറ് കണ്ട് ഞങ്ങൾ നിരന്തരമായി ശ്രമിച്ചു. 2003 ബഹുമാനപ്പെട്ട സൂഫി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അനുവദിച്ചു, ശമ്പളം കൊടുക്കാൻ അനുവദിച്ചു. ആദ്യം ബേസിക് പേ ഉള്ളായിരുന്നു, പിന്നെ അത് ഹൈക്കോടതി റദ്ദ് ചെയ്തു ആ ഓർഡർ. നമ്മൾ സുപ്രീം കോടതിയിൽ പോയി, ഗവൺമെൻറ്റിന് പോയി, അധ്യാപകരും പോയി. സുപ്രീം കോടതി 2008 അത് അനുവദിച്ചു. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പ്രകാരം സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയാണ് നൽകുന്നത്. സുപ്രീം കോടതി വിധി എന്നത് പ്രകാരമാണ് നമുക്ക് ഈ സ്കൂള് നടന്നു വരുന്നത്. അതിൽ പിന്നെ സാമ്പത്തിക പിന്നെ ശമ്പളമൊക്കെ തുടങ്ങി. എന്നാലും ഇപ്പോഴും കുറേ പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോഴും ഞങ്ങളൊരു പ്രത്യേക വിഭാഗമായിട്ടാണ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളെന്ന് പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അംഗീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് പരിശോധിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് അനുവദിച്ചു പ്രൈവറ്റ് സ്കൂളായിട്ട്. എന്നാൽ അത് ആ ഓർഡർ വെച്ചപ്പോൾ ഒരു കുടുക്കയിലുണ്ടാക്കി. അതെന്താ വെച്ചാൽ ഈ അധ്യാപകർ പിരിച്ചെടുത്ത അധ്യാപകന്മാർ പോസ്റ്റുകളൊക്കെ പറഞ്ഞ അധ്യാപകന്മാരുടെ ബാങ്കുണ്ട്, അധ്യാപകർ, അതിൽ നിന്നുള്ള ആളുകളെ മാത്രമേ നിയമിക്കാവൂ എന്നൊരു ഓർഡർ വെച്ചു. അതിൽ കുടുങ്ങി നിൽക്കുകയാണ്. അത് നമ്മൾ ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ നിന്ന് ബാധിച്ചിട്ടുണ്ട്. അതിന് അനുകൂലമായ വിധി കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഈ സ്കൂൾ വളരെ നല്ല നിലയിൽ 178 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം എല്ലാ 4 ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾക്ക് 8 ഡിവിഷനുണ്ട്, 11 അധ്യാപകരുണ്ട്. അവർക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കും. അങ്ങനെ വളരെ നല്ല നിലയിൽ പാഠ്യരംഗത്തും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അതിൻ്റെ 31ാമത്തെ വാർഷികമാണ് ഇന്ന് നടക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ അടുത്ത കൊല്ലം മുതൽക്ക് നമുക്ക് പ്രീ പ്രൈമറി സ്കൂള് ഇവിടെ തുടങ്ങണമെന്നുള്ള തീരുമാനം കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഏത് സ്കൂളിനും ഇപ്പോൾ എല്ലായിടത്തും പ്രീ പ്രൈമറി ആയതുകൊണ്ട് ഇല്ലാഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ പ്രീ പ്രൈമറി നല്ല തരത്തിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ നടത്തണം തീരുമാനിക്കുകയും അതിനാവശ്യമായ കെട്ടിടം സൗകര്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനം ആണ് ഇപ്പോൾ അവിടെ നിർവഹിച്ചിട്ടുള്ളത്. വിഭാഗം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ഞാൻ നിർവഹിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് ലത്തീഫ് വെള്ളേരി, അദ്ദേഹം ഈ പ്രദേശത്തെ ബ്ലോക്ക് മെമ്പറാണ്. അതിനേക്കാൾ പ്രധാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് 2 തവണ അദ്ദേഹം നിന്നു. ആ കാലത്താണ് ഈ കാണുന്ന പുരോഗതി കാര്യമായിട്ടൊക്കെ ഉണ്ടായത്. അതിന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളെക്കാളും വലിയ. അതുകൊണ്ട് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ലത്തീഫ് വെള്ളേരി അവരുടെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അതിൽ തന്നെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ജബ്ബാറാജിയാണ്. ജബ്ബാറാജിയെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്ന്, അദ്ദേഹം ഈ ഡിവിഷൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മെമ്പറാണ്. അതിൻ്റെ പുറമെ കൊണ്ടോട്ടിയിൽ ഡയാലിസിസ് സെൻ്റർ നടക്കുന്ന എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഞാൻ ഇന്ന് പോരുമ്പോൾ ഞങ്ങൾക്കും അതിൽ വളരെ വിഷമിക്കുന്ന രോഗികൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക് സഹായം ചെയ്യാന്നാൽ അതിലും വലിയൊരു നല്ല കാര്യം ചെയ്യാനുണ്ടോ എന്നൊരു സംശയം. അത്ര പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിനും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടുത്തെ ഡിവിഷൻ മെമ്പറായി കിട്ടിയതിനും പ്രസിഡൻ്റായി കിട്ടിയതിനും ഈ യോഗത്തിൽ ഉദ്ഘാടനമായി കിട്ടിയതിനും ഞങ്ങൾക്കുള്ള അതിയായ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് കൃത്യമായ പിന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KT ആയിഷ അവர்களാണ്. വളരെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ എല്ലാവരും സഹായങ്ങളും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ സ്വാഗതം പറയാം. പിന്നെ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീറ സലാമിന് എത്തിയിട്ടില്ല, എത്താൻ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്തുന്ന വിചാരിക്കുന്ന അവരുടെ അഭാവത്തിൽ അവർക്ക് സ്വാഗതം പറയാനും. പിന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ പ്രദേശത്ത് നേരത്തെ മെമ്പറായിട്ട് ഇപ്പോൾ അടുത്ത വാർഡ് മെമ്പറാണ് നൂർജാൻ സലാം. അരീക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്.
അവർക്കും അവരുടെയും എല്ലാ സഹായങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട്, മേലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർക്കും ഈ യോഗത്തിലേക്ക് കൃത്യമായ സ്വാഗതം പ്രശംസിക്കുകയാണ്. പിന്നെ ഈ വാർഡിലെ മെമ്പർ ഷെറീന കബീർ അവർ നേരത്തെ എത്തി, അവരുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബാപ്പു സാഹിബ് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. നേരത്തെ ഇബ്രാഹിം മാഷായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണശേഷം മുഹമ്മദ് മാഷായിരുന്നു. മുഹമ്മദ് മാഷ് വന്ന ശേഷം പിന്നെ ബാപ്പു സാഹിബാണ്. അദ്ദേഹം ഇതിന് വേണ്ട എല്ലാ നേതൃത്വവും നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റാത്തത് കൃത്യമായൊരു സാഹചര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം സൂക്ഷിക്കുകയാണ്. പിന്നെ നമ്മുടെ AEO അബ്ദുൽ ഗഫൂർ സാഹിബ് അദ്ദേഹം എത്തിച്ചത് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് എന്തോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എത്തിയിട്ടില്ല. ഈ സ്കൂളിൻ്റെ ഒരു കൊല്ലമായി അദ്ദേഹം AEO ആയി വന്നിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളിലും എപ്പോഴും താല്പര്യമായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ BRC അരീക്കോട് സാറ് അദ്ദേഹം എല്ലാ പരിപാടികളും ഒരുപാട് കാലമായിട്ട് കൂടുതൽ വാർഷികത്തിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ ഇവിടുത്തെ അധ്യാപകർ അസ്ല മാഷ് നന്ദി പറയും. മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പേരെന്താ എഴുതാനും അറിയില്ല. അതായത് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് കൃത്യമായ സ്വാഗതം പറയാണ്. ബാക്കി PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്കൂൾ നിങ്ങളുടേതാണ്, ഈ നാട്ടുകാരുടെയാണ്. ഞാനതിന് ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി നിൽക്കാൻ മാനേജറാണേ ഉള്ളൂ. നിങ്ങളാണ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. പാഠ്യേതര വിഷയങ്ങളും വളരെ നല്ല പെർഫോമൻസ് അരീക്കോട് ജില്ലയിൽ നടത്തിയാണ്. ഇനിയും അവർ തുടർന്ന് നല്ലൊരു സ്ഥാപനം നല്ല ഉയർന്നു വരണം. കഴിയുമെങ്കിൽ നമുക്ക് UP സ്കൂളാക്കാൻ നോക്കണം. ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി ശ്രമം ഉണ്ടാവും. ഈ സ്കൂളിൻ്റെ എല്ലാ പുരോഗതിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം. ഇന്നത്തെ ഈ പരിപാടി നടത്തുമ്പോഴും ഇവിടെ ഇതുവരെ നടന്ന എല്ലാ പരിപാടികളും ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുകയും വളരെ നല്ലവർക്ക് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം പൂർത്തിയാക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കമ്മിറ്റിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും PTA പേരിലും ഒക്കെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഈ പ്രൗഢമായ ഉദ്ഘാടന സെഷന് അധ്യക്ഷപദം അലങ്കരിക്കുന്നു. ഈ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാൻ, ഈ വാർഡ് A ഡിവിഷൻ ബ്ലോക്ക് മെമ്പറുമായ ലത്തീഫ് വെള്ളേരി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാർഷികത്തിൻ്റെ സ്വാഗത പ്രഭാഷകൻ നമ്മുടെ സ്കൂളിൻ്റെ മാനേജിംഗ് സെക്രട്ടറിയും സ്കൂളിൻ്റെ ദീപമാണിയുമായിട്ടുള്ള ഹംസാക്ക, ഈ സ്ഥാപനത്തിൻ്റെ ഇനി തുടങ്ങാനിരിക്കുന്ന LKGയുടെയും UKGയുടെയും കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ജബ്ബാർ ഹാജി എന്ന പരിചയപ്പെടുത്തൽ ഒറ്റവാക്കിൽ അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ആളും കൂടെയാണ് ഞാൻ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ മെമ്പർ, രാഷ്ട്രീയം എന്നതിലൊക്കെ അപ്പുറം ഞങ്ങൾ മറ്റൊരു ബന്ധമുണ്ട്. കാരണം കൊണ്ടോട്ടി ഡയൽ സെൻറ്ററിൻ്റെ ചെയർമാനാണ് ജബ്ബാർ ഹാജി. ഞാൻ ആ പ്രസ്തുത സ്ഥാപനത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ഒരുപാട്
അടുത്തിടപഴകാനും അടുത്തറിയാനും ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് നടക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡയാലിസിസ് സെന്ററിന്റെ ചെയർമാനും വലിയ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സംവിധാനങ്ങളും ഇനി കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് വെട്ടുകാട് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള വലിയ നേതൃനിര വന്ന് ജാതി മത ഭേദമന്യേ ആളുകൾ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം, ആ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ ഒരു സ്ഥാപനം മാത്രമല്ല, അതിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ എല്ലാം അശരണർക്ക് വേണ്ടിയുള്ള സംരക്ഷണങ്ങളും സംരംഭങ്ങളുമായിട്ട് വലിയൊരു സംവിധാനം കൂടെ തുടങ്ങുകയും അതിൻ്റെയും കൂടി ചെയർമാൻ കൂടിയാണ് പി എ ജബ്ബാർ ഹാജി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സും വലിയ സംവിധാനത്തിൻ്റെയും വലിയ സംഘാടനത്തിൻ്റെയൊക്കെ കഴിവുകൊണ്ട് തന്നെയാണ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനാക്കിയത്, പ്രസിഡന്റാക്കി മാറ്റിയത്. കാരണം നല്ലൊരു ഭരണാധികാരി എന്നത്, നല്ല ഒരു കാരുണ്യവാനാവുക എന്നത് അതിപ്രസക്തമാണ്. അപ്പോഴേ തൻ്റെ സഹജീവിയുടെ കണ്ണീരിനും ദുഃഖത്തിനും വിഷമങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ ഭരണം മുന്നോട്ട് പോകുള്ളൂ. ആ ഭരണത്തിൽ എപ്പോഴും കാരുണ്യം എന്നത് വലിയ ഒന്നാണ്. കാരണം കാലുള്ളവൻ്റെ നടത്തമല്ല കാലില്ലാത്തവൻ്റെത്, കൈയുള്ളവൻ്റെ ഉപയോഗമല്ല കൈയില്ലാത്തത്. ഇല്ലാത്തത് എന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്, ഒരു നെഗറ്റീവ് വേർഡാണ്. ആ നെഗറ്റീവ് വേർഡിനെ പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളത് ജബ്ബാർ ഹാജിയെ പോലുള്ള തങ്ങളുടെ സഹജീവിയോടുള്ള ആ ഒരു ദീനാനുകമ്പ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്. അപ്പം അത്രയും വലിയ ഒരു മഹാനെ നമ്മുടെ ഒരു ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി കിട്ടി എന്നത് നമ്മൾ വലിയ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ സഹപ്രവർത്തകയും എൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള നമ്മുടെയൊക്കെ ബ്ലോക്കിൻ്റെ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയല്ല KT ആയിഷ അവർ വലിയ സംഘാടനത്തിൻ്റെയും വലിയ വനിതാ വിങ്ങിൻ്റെയൊക്കെ ചെയർമാനും വലിയ സംഘാടനമൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയും അതുവഴി തന്നെയാണ് സംഘാടനത്തിൻ്റെ ആ ഒരു കഴിവും മികവും കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളുണ്ടായിട്ടും ആ കൂട്ടത്തിൽ നിന്ന് ആയിഷ എന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം കഴിവ് എന്നതും ദീർഘവീക്ഷണം എന്നതും ഒരു ലീഡർക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ എല്ലാ നിബന്ധനയും ഒത്തുചേർന്ന രണ്ട് ലീഡർമാരാണ് ആയിഷാത്തെയും ജബ്ബാർ ഹാജിയും എന്നത്. അതുപോലെ തന്നെ നമ്മുടെ 2 വാർഡ് മെമ്പർമാരുണ്ട്, നമ്മുടെ നൂർജഹാനും അതുപോലെ നമ്മുടെ താഴത്തുമുറിയുടെ മെമ്പറായിട്ടുള്ള എപ്പോഴും വിളിച്ചുകൊണ്ടല്ലോ മറക്കല്. ഞാൻ ചിലപ്പോൾ പെണ്ണുങ്ങളുടെ പേര് മറക്കല്, നോക്കണ്ട. അപ്പോൾ ഈ തോര വിളിക്കുന്ന ആളുടെ പേരെ ചിലപ്പോൾ മറക്കല്. അപ്പോൾ മറ്റേ സെറീന അടക്കമുള്ള, അതുപോലെ നമ്മുടെ ഇന്റർവെല്ലിന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായ ബഷീറുണ്ട്. അതുപോലെ നമ്മുടെ PTA ശക്തനായിട്ടുള്ള സംഘാടന രംഗത്തുള്ള PTA പ്രസിഡന്റ് റഷീദുണ്ട്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകനും എപ്പോഴും എന്തിനും എന്നോടൊപ്പം ഉണ്ടാകുന്ന അവിടെ എൻ്റെ SNC കൺവീനർ കൂടിയായിട്ടുള്ള സത്താറുണ്ട്. പിന്നെ അമീൻ അസ്ലാം മാഷി, മുഹമ്മദ് മാഷി, നമ്മുടെ ഹെഡ് മിസ്സസ് നമ്മളോട് യാത്ര പറഞ്ഞു. കാരണം അവർക്ക് തിരുവനന്തപുരത്ത് അത്രയും അർജന്റുള്ളൊരു വിഷയമായതുകൊണ്ട് തിരുവനന്തപുരം പോയതാണ്. അദ്ദേഹം അവരോട് ആദ്യം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചു പോയതാണ്. അപ്പം അങ്ങനെ ഈ സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അംസാക്ക് കൂടെ പറഞ്ഞു, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കണില്ല. വിശിഷ്ട വ്യക്തികളെ നിർത്തിയിട്ട് കൂടുതൽ വാചാലനാവുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല. എന്നാലും 2 വാക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ കലം LP സ്കൂളിൻ്റെ തുടക്കം മുതലേ ഈ സ്കൂളിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നത്, ഒന്ന് പ്രദേശവാസികൾക്ക് നമ്മൾ എൻ്റേത് എന്ന
ഒരു കാഴ്ചപ്പാടോടുകൂടി സ്കൂളിനെ സ്വീകരിച്ചു എന്നുള്ള. കാരണം ഇങ്ങനത്തെ ഒരു ഉൾപ്രദേശമാകുന്ന നാറ്റുമുടിയുടെയും വെള്ളരിയുടെയും ഇടയിൽ ഒരു ഉൾപ്രദേശത്ത് ഒരു സ്ഥാപനം കിട്ടിയപ്പം അത് വലിയ ആർത്തിയോടുകൂടി സ്വീകരിച്ചവരാണ് ഈ പ്രദേശവാസികൾ എന്നുള്ളത്. ആ പ്രദേശത്ത് ഇതിനോട് 34ഓളം സ്കൂള് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഇതേ സ്കീമിൽ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെ ആവശ്യമുള്ള പ്രദേശത്ത് മാത്രം 11 സ്കൂൾ മാത്രമേ ഈ ഇതിൽപ്പെട്ട സ്കൂൾ ബാക്കിയുള്ളൂ എന്നുള്ള. കാരണം ഏത് പ്രദേശത്താണോ, ഏത് മാനേജ്മെന്റിനാണോ, ഏത് ജനതക്കാണോ ഞങ്ങൾക്കൊരു സ്കൂൾ കിട്ടിയത് കളയണ്ട എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടും ബോധമുള്ള ഒരു ജനം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്കൂൾ നിലനിന്ന് പോകുന്നത് എന്നൊരു സംശയമല്ല. അതിനൊക്കെ പുറമെ നമുക്കൊരു ബിൽഡിങ്ങായി, 2 ബിൽഡിങ്ങായി, സ്റ്റേജായി, ഇങ്ങനെ പടിപടിയായിട്ട് സ്കൂൾ കയറുമ്പോഴും ഇപ്പം അംസാക്കാർക്ക് ഒരു കോൺഫിഡൻസ് വന്നു. LP സ്കൂളിൽ നിന്ന് ഒരു UP സ്കൂളാക്കി മാറ്റണം എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വരുന്ന ഇതാണ്. ഈ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പറ്റിയ കമ്മിറ്റികളും നാട്ടുകാരുണ്ടാവുന്നതാണ്. അപ്പോൾ അംസാക്കാർക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അംസാക്കാരുടെ നാവ് പൊന്നാവട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളാണ് നമ്മൾ ടീച്ചേഴ്സ് ഈ സ്കൂളിലെന്നും കിട്ടുന്നത്, എന്ന് കിട്ടിയാലും എപ്പോൾ കിട്ടിയാലും എന്നും നല്ല ടീച്ചേഴ്സിനെ കിട്ടുക എന്നത് ഈ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യമാണ്. കാരണം ഈ സ്കൂൾ എൻ്റേത് എന്നതുപോലെ, എൻ്റേത് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് എപ്പോഴും, എൻ്റേത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. എൻ്റേത് എന്ന് പറയുന്ന എല്ലാ സാധനവും നമുക്ക് പ്രിയപ്പെട്ടതിനാണ് എൻ്റേത് എന്ന് പറയാം. അല്ലാത്തത് അവരത്, ഇവരത്, നമ്മുടേത്, മറ്റുള്ളവരത് എന്നൊക്കെ പറയും. എൻ്റേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെയാണ് നമ്മൾ എൻ്റേത് എന്ന് കൂട്ടിയിട്ട് പറയാം. എന്നതുപോലെ ഈ നാട്ടുകാരും ഈ ഇവിടുത്തെ ടീച്ചേഴ്സും എന്നും എൻ്റേത് എന്ന് പറഞ്ഞ് ഹൃദയത്തിലേക്കിയ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തെ പ്രകാശിച്ച് നിൽക്കുന്നത്. അത് ഇനിയും തുടരട്ടെ എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി PA ജബ്ബാർ ഹാജിയെ നിങ്ങൾക്ക് വേണ്ടി സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ പ്രൗഢമായ ചടങ്ങിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി PA ജബ്ബാർ ഹാജിയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ അധ്യയന വർഷത്തിൽ നമ്മളെ പ്രവർത്തനം ആരംഭിക്കുന്ന LKG UKG എജുഫണ്ട് ലേൺ വിത്ത് ഫൺ എജുഫണ്ട് പുതിയ LKG UKGയുടെ ഉദ്ഘാടനം വേദിയിൽ വെച്ച് ഒരിക്കൽ കൂടെ PA ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. അവിടെ പുതിയ അധ്യയന വർഷത്തിൽ LKG UKG ഏറ്റവും ക്വാളിറ്റിയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഈ എജുഫണ്ട് ലേൺ വിത്ത് ഫൺ എന്നുള്ള LKG UKGയുടെ ഉദ്ദേശം. പുതിയ LKG UKGയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച വിവരം കൂടി അറിയിക്കുന്നു. ഉദ്ഘാടന സംസാരത്തിന് വേണ്ടി പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയെ സാദരം സവിനയം ക്ഷണിക്കുന്നു. ബഹുമാനീയനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിയായ ലത്തീഫ്, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഹംസക്ക, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഥമ വനിത KT ആയിഷ, അതുപോലെ തന്നെ വേദിയിലുള്ള സഫീറ സലാം, നൂർജമാൽ സലാം, ഷെറീന കബീർ, ഹംസ സാഹിബ്, അതുപോലെ അബ്ദുൽ ഗഫൂർ, AO രഞ്ജിത്ത്, അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മെമ്പർമാർ, പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പർമാർ, അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, ഇവിടെ ഇനി പ്രസംഗം വേണ്ട. ഹംസ സാഹിബ് തന്നെ ഇതിൻ്റെ ഇന്നലകളെ കൃത്യമായി വരച്ചു കാട്ടി. കൂടാതെ അധ്യക്ഷനും വളരെ വർഷക്കാലം ഇതിൻ്റെ PT പ്രസിഡൻ്റായി നിന്ന് ഇതിൻ്റെ മിടിപ്പും തുടിപ്പും ഒക്കെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിത്വം ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായി ഈ സ്ഥാപനം ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളുടെ മെമ്പറായി ഗ്രാമസഭയുടെ ജനപ്രതിനിധിയായി എല്ലാം നിന്ന ഒരു വ്യക്തിത്വം. കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 31 കൊല്ലം മുമ്പ് അന്നത്തെ ഒരു തലമുറയ്ക്ക് ഹംസ സാഹിബിനടക്കമുള്ള ഈ ലത്തീഫ് സാഹിബിൻ്റെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നൊക്കെ
അങ്ങനെയുള്ള ഒരു തലമുറ ആ കാലഘട്ടത്തിൽ ശക്തമായി നിന്ന് ചോദിച്ചു വാങ്ങി അതിന് കഠിന പ്രയത്നം ചെയ്തു. ഇന്നത്തെ പോലെയല്ല, അന്ന് അങ്ങനെ കൊണ്ടുവരാൻ 31 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സ്ഥാപനം ഗവൺമെൻറ് പലരെയും വിളിച്ചു കൊടുത്തിരുന്നു. 34ഓളം സ്ഥാപനങ്ങളെന്ന് അന്നത്തെ ഗവൺമെൻറ് കൊടുത്തപ്പോൾ അത് വാങ്ങിയെടുക്കാൻ അല്പം ഇച്ഛാശക്തിയൊക്കെ വേണം. ഇത് നടത്താൻ കഴിയണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ ഇത് പ്രായോഗികമായി വരുത്തണം, ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിഷേധാജ്ഞ നന്നായി ഉണ്ടായ വ്യക്തിത്വങ്ങളാണ് സാഹിബ് പോലുള്ള 4-5 ആളുകളുടെ നേതൃത്വമാണ് എന്നുള്ളത് എനിക്കറിയാൻ കഴിയും. ഇന്ന് ഇത് ഏറെ പ്രക്ഷോഭിച്ച് നിൽക്കുന്നു. ഏറെ കുട്ടികളുടെയും അവിടെ കുട്ടികളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരഗ്നമാണ് UP ആവണമെന്ന്. അതൊക്കെ അതിൻ്റെതായ വഴി, കാരണം കാലത്തിനൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല, അനിവാര്യമായ ലഭിക്കും. ഇനി അതിനുള്ളതായ ഒരു സാഹചര്യങ്ങൾ ഗവൺമെൻറ് തലത്തിലൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശം സഫലമാകും. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഇന്നിപ്പോൾ മനോഹരമായ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു, അതുപോലെ കുട്ടികൾക്കുള്ള പ്രീപ്രൈമറി ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഇതിൻ്റെ വളർച്ചയുടെ പടവുകൾ കയറുകയും ആ വളർച്ചയുടെ പടവുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ടാകും. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സലീം മാസ്റ്റർ എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സുഹൃത്താണ്, ഞങ്ങളുടെ ഡയറി സെൻ്ററിൻ്റെ സഹകാരിയാണ്. പ്രിയപ്പെട്ട ലത്തീഫും അങ്ങനെ തന്നെയാണ്, വർഷങ്ങളായി അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. ആയിഷ വനിതാ വിങ്ങിൻ്റെ ഞങ്ങളുടെ പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോഴും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനേക്കപ്പുറം ഞാൻ കാണുന്നത് ഞങ്ങളുടെ ഡയാലിസിസ് സെൻ്ററിന് ഏറ്റവും കൂടുതൽ കലക്ഷൻ ചെയ്തു തരുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, അന്നൊരു മെമ്പർ പോലുമല്ല, നേതൃത്വം കൊടുത്ത് 5 ലക്ഷത്തിലേറെ രൂപയൊക്കെ തിരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രസിഡന്റാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. പാവപ്പെട്ട ഈ രോഗികൾക്കും മറ്റുമൊക്കെ അവർക്ക് തണലായി നിൽക്കാൻ ആയിഷ മുന്നിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അള്ളാഹു, ഇപ്പോൾ ലത്തീഫായാലും ആയിഷയായാലും ഞാനായാലും ഒക്കെ അള്ളാഹു നൽകുന്ന ചില ദാനങ്ങളുണ്ടാവും, ചില ഗിഫ്റ്റുകളുണ്ടാവും. പാപങ്ങളെ സഹായിക്കുമ്പോൾ നല്ല നീയത്തോടു കൂടി പാപങ്ങളെ അങ്ങ് സഹായിക്കുക, വീണവനെ നമ്മൾ താങ്ങി നിർത്തുക, അവരോടൊപ്പം നിൽക്കുക, ഹൃദയപരമായൊരു ബന്ധം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു അവരുടെ കണ്ണുകളുടെ നോട്ടവും കൂടി. അശോകൻ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയുള്ളവരുടെ കരുണ കാണിക്കുക, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് കരുണ ചൊല്ലിയുകൊണ്ട്. അതൊക്കെ ഇതിനൊക്കെ ഭാഗമാണ്. ഈ സ്ഥാപനം നടത്തുന്നത് അങ്ങനെയാണ്. അതും ഒരു ജീവകാരുണ്യം തന്നെയാണ്. എങ്ങനെ ഒന്നും ഇവർക്ക് കിട്ടാനില്ല, നേടാനില്ല, മറിച്ച് അവർക്ക് പലതും അതുകൊണ്ട് തന്നെ അവർക്ക് പലതും നഷ്ടപ്പെട്ട സമയമുണ്ടായി. എന്നാലും ഒരു നാടിന് വേണ്ടി, ഒരു പ്രദേശത്തിന് വേണ്ടി, ഒരു നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. ഞാനിവിടെ നോക്കുമ്പോൾ ഈ ലത്തീഫിൻ്റെ കല്ലുകളിലൊക്കെ എല്ലാ ബോർഡുകളിലും ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ ജനപ്രതിനിധിയാകുന്നതിന് മുമ്പ് തന്നെ കാര്യമായി ഈ സ്റ്റേജ്, നമ്മൾ ഈ പ്രസംഗിക്കുന്ന സ്റ്റേജ്, അദ്ദേഹം സത്യത്തിൽ എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം PV വഹാബ് എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം കേരളത്തിൻ്റെ മൊത്തം MP ആണ്, ഒരു പ്രദേശത്തിൻ്റെ MP അല്ല. ആകെ കിട്ടുന്ന ഫണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. എന്നിട്ടും അദ്ദേഹത്തോട് ഇങ്ങനെ ഒന്ന് പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ ലത്തീഫിന് സാധിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ളവർക്ക് അത് കഴിയുള്ളൂ. ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഈ വേദിയിൽ ഒട്ടേറെ ജനപ്രതിനിധികൾ സംസാരിക്കാനിരിക്കുന്നു. അതിനു മുന്നോടിയായി ചില സമ്മാനദാനങ്ങൾ, ചില അവാർഡ് ദാനങ്ങൾ വേദിയിൽ വെച്ച് നൽകുകയാണ്. ഇക്കഴിഞ്ഞ LSS പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ള 13 വിദ്യാർത്ഥികൾ
16 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 13 വിദ്യാർത്ഥികൾ LSS നേടിയിട്ടുണ്ട്. ഈ 13 വിദ്യാർത്ഥികളെ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെയും ആരംഭം കുറിക്കുന്നു. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ ഗിഫ്റ്റഡ് ചൈൽഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 80-75 മാർക്ക് നേടി ഗിഫ്റ്റഡ് ചൈൽഡായി വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട നൈഷ ഫാത്തിമ വേദിയിൽ ക്ഷണിക്കുന്നു. PA ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമാധാനം നിർവഹിക്കുന്നു. മുഹമ്മദ് ഹർഷ് MP LSS നേടിയ മുഹമ്മദ് ഹർഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവരും അടുത്തത് നുഹ ഫാത്തിമ ബി പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്തതായി ലുതൈഫ പി ബ്ലോക്ക് മെമ്പർ ലത്തീഫുള്ളി. ഫാത്തിമ മെഹറിൻ CP വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൂർജഹാൻ സലാം. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ഫാത്തിമ നദാക്കി ഷറീന മെമ്പർ. അടുത്തതായി ഫൈസ ഫാത്തിമ കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. നിഷാൽ മുഹമ്മദ് P ഈ സ്ഥാപനത്തിന്റെ മാനേജർ V ഹംസ സാഹിബ്. നിബ്രാസുൽ ഹഖ് KC. ജുവൈരിയ ടീച്ചർ വേദിയിലേക്ക് എത്തണം. മുഹമ്മദ് സൈൻ KK PTA പ്രസിഡന്റ്. റസാഖ് സാഹിബ്. മുഹമ്മദ് ഫാക്കിർ P മുഹമ്മദ് ഫാക്കിർ. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഫാക്കിർ. ഫാത്തിമ അൻസില KV പഞ്ചായത്ത് പ്രസിഡന്റ്. ബയ്യന K ലത്തീഫുള്ളി. ജുവൈരി ടീച്ചർ ഈ ഗിഫ്റ്റഡ് ചൈൽഡിനുള്ള ഒരു പ്രത്യേക ഉപഹാരം അതിന് പിന്നിൽ പ്രവർത്തിച്ച ജുവൈരി ടീച്ചർ തന്നെ വേദിയിൽ വെച്ച് കൈമാറുന്നുണ്ട്. ഗിഫ്റ്റഡ് ചൈൽഡ് നൈഷ ഫാത്തിമ. ഇനി ഒരു സ്പെഷ്യൽ ഉപഹാര സമർപ്പണമായി അടുത്തായി വേദി നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ ഈ
അടുത്ത പ്രദേശത്ത് ഏറെ പിന്നോക്കമായി വന്ന ഈ പ്രദേശങ്ങളെ ഒക്കെ അഭിമാനമായി മാറിയ ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം, ഒട്ടേറെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5 ചെറുപ്പക്കാർ ചേർന്ന് കൂട്ടായ്മയിലൂടെ രൂപപ്പെടുത്തിയ ഇൻ്റർവെൽ എന്ന രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു. അതിൻ്റെ 5 ചെറുപ്പക്കാർ റബീസ് അലി, നാജിം ഇലിയാസ്, OK സനാഫിർ, ഷിബിലി അമീൻ, അസ്ലഹ് തടത്തിൽ ഈ 5 ചെറുപ്പക്കാർ ചേർന്നാണ് ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന് രൂപം നൽകിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വരെ എടുത്തു പരാമർശിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. അവർക്ക് ഈ നമ്മുടെ വെള്ളേരി പ്രദേശത്തിൻ്റെ അഭിമാനമായ ഷിബിലി അമീൻ അതിൻ്റെ co-founder and CEO കൂടിയാണ്. അവർക്ക് എന്ന വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി അവരുടെ രക്ഷിതാവ്, അവരുടെ പിതാവ് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ഇരുവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഏറെ അഭിമാനമുള്ള വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. ഒരിക്കൽ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം മറ്റു സമ്മാനദാനങ്ങൾ കൂടി. വിദ്യാലയത്തിൽ ഒരു വർഷമായി നടന്നു വരുന്ന അറിവുത്സവം പ്രോഗ്രാമിൽ 1, 2, 3 സ്ഥാനം നേടിയ കുട്ടികൾക്ക് കൂടി വേദിയിൽ വെച്ച് സമ്മാനം നൽകുന്നു. മുഹമ്മദ് ഫസീഹ് അറിവുത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി മുഹമ്മദ് ഫസീഹ്. ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് മുഹമ്മദ് ഫസീഹ്, അതോടൊപ്പം ഫൈഹ ഫാത്തിമ MK, ആയിഷ ഹന KK, ഈ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തുക. ഇനി മറ്റേ സമാനദാനം കൂടെ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാം. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച ഫ്ലുവൻറ്റ് ഫ്യൂച്ചർ, അതിലെ വിജയികളായിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വേദിയിൽ വെച്ച് നൽകുന്നു. ഫ്ലുവൻറ്റ് ഫ്യൂച്ചർ ഈ പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേർക്കാം. ഫസീഹ് 3B, വൈഗ 3B, റിഫ 1B, ഐറ 1B, റിയ മെഹറിൻ 1B, സൻഹ മറിയം 1B, ജുവാന 2B, ജസ 2B, ഹിസ 2B. ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരുക. അറിവുത്സവത്തിലെ 1ാം സ്ഥാനം ഫസീഹിനുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ വെച്ച് നിർവഹിക്കും. ഫൈഹ ഫാത്തിമ രണ്ടാം സ്ഥാനം. ഫൈഹ ഫാത്തിമ രണ്ടാം സ്ഥാനം. ഫൈഹ ഫാത്തിമ മൂന്നാം സ്ഥാനം. ആയിഷ ഹന ഫ്ലുവൻറ്റ് ഫ്യൂച്ചർ. ഫസീഹ് ഫ്ലുവൻറ്റ് ഫ്യൂച്ചർ സർട്ടിഫിക്കറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനം വിതരണം ചെയ്യുന്നു. വൈഗ റിഫ
റൈഫ, ഐറ 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 ഉണ്ടോ? റിയ മെഹ്റൈൻ, റിയ മെഹ്റൈൻ, റിയ മെഹ്റൈൻ, സൻഹ മറിയം, സൻഹ മറിയം, നൂർജനമുണ്ട്, സൻഹ മറിയം, അങ്ങനെ ചെയ്യാം. ജുവാന, ജുവാന, ജസ, ജസ, ഹിസ, അറിവുത്സവത്തിലെ 3ാം സ്ഥാനം നേടിയിട്ടുള്ള ആയിഷ ഹന, ആയിഷ ഹന. അറബിക് ലാംഗ്വേജ് ഡേ ഓൺലൈൻ ക്വിസ് മത്സരത്തിലെ വിജയികൾ ഫാത്തിമ റൻഷ നാലബി, ആയിഷ സിദ്ര നാലബി. കുട്ടികൾ വേദിയിലേക്ക് എത്തുക. ഫാത്തിമ റൻഷ നാലബി, ആയിഷ സിദ്ര നാലബി. വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രൊമോ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള റയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച 4B ക്ലാസ്സിലെ ഫൈഹ ഫാത്തിമ എന്ന കുട്ടിക്ക് PTA കമ്മിറ്റി അംഗമായിട്ടുള്ള മണി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സമ്മാനം വേദിയിൽ വെച്ച് നടക്കുന്നു. ഫൈഹ ഫാത്തിമ സ്പോൺസർ ചെയ്ത PTA കമ്മിറ്റി അംഗം മണി വേദിയിലേക്ക് എത്തിച്ചേരണമെന്നറിയുന്നു. ഫൈഹ ഫാത്തിമ. ഫൈഹ ഫാത്തിമ. ബ്ലോക്ക് മെമ്പർ ലത്തീഫ് അള്ളേരി. സംയുക്ത ഡയറി. അറബിക് ലാംഗ്വേജ് ഡേ ഓൺലൈൻ ക്വിസ് മത്സരത്തിലെ വിജയി. ഓക്കെ, ഒരു സമ്മാനദാനം കൂടെ. സംയുക്ത ഡയറി വിജയികളായിട്ടുള്ള സാനിയ 1B, സനിയ 1B, റന്നാൻ 1A, റബിയാഹ് 1A, മിൻഷ 1A, യാസിൻ, യാസിൻ 1B, അഫ്ലഹ് 1B, സജാദ് 1B, റൈഹ 1B, റൈഫ 1B, റയ്യാൻ 1B, വാമിക 2B. ഈ കുട്ടികൾ വേദിയിലേക്ക്.
അതോടൊപ്പം തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് 1ാം ക്ലാസ്സിലേക്കും LKG UKG ക്ലാസ്സിലേക്കും ഒട്ടേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള സമ്മാനങ്ങൾ നൽകുന്നതാണ്. ആദ്യ അഡ്മിഷൻ എടുത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് മുഹമ്മദ് മുബാരിസ് ഈ കുട്ടികളുടെ സമ്മാനം വേദിയിൽ വെച്ച് നൽകുന്നു. ആദ്യ അഡ്മിഷൻ എടുത്ത കുട്ടി മുഹമ്മദ് മുബാരിസ്. അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും പിന്നീട് സമ്മാനം നൽകുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. 1ാം തലത്തിലേക്ക് ആദ്യ അഡ്മിഷൻ എടുത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് മുഹമ്മദ് മുബാരിസ്. എല്ലാവർക്കും അറബിക് ഓൺലൈൻ ബിസിനസ് നമ്മുടെ ഇനി ചുരുങ്ങിയ വാക്കുകളിലുള്ള ചില ആശംസാ പ്രസംഗങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കുട്ടികളുടെ കലാവിരുന്നിലേക്ക് വേദി വഴിമാറുന്നതാണ്. ആദ്യമായിട്ട് ഈ വേദിയെ അഭിസംബോധന ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരയായ ആയിഷ കെട്ടി. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ ബ്ലോക്ക് മെമ്പർ കൂടിയായിട്ടുള്ള ലത്തീഫ് വെള്ളേരി അവർ, പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ അംസാഖ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലുപരിയായിട്ട് കൊണ്ടോട്ടി ഡയാലിസ് സെൻറ്റർ ചാരിറ്റി പ്രവർത്തനം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ജബ്ബാർ ഹാജി അവർ, അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അതുപോലെ PTA MTA ഭാരവാഹികളെ, എൻ്റെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, സമയം കുറേ ആയി. നമുക്കറിയാം, ചെറിയ പിഞ്ച് മക്കളുടെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശംസാ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എന്നാലും 2 വാക്ക് പറയാതെ പോകാനും വയ്യ. കാരണം ഇങ്ങനെയൊരു സ്ഥാപനം കൊണ്ടുവന്നതിൻ്റെ ചരിത്രത്തെ പറ്റി അംസാഖ് ഇവിടെ ദീർഘമായി പറഞ്ഞു. അതിലേക്കാളൊക്കെ എനിക്ക് സന്തോഷം, നിങ്ങളുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറായിട്ടുള്ള ലത്തീഫ് മെമ്പറുടെ കാരണം കൂടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബോർഡിൽ 2ാമതൊരു PKB ഉണ്ടെങ്കിൽ അത് ലത്തീഫ് വെള്ളേരി അവർകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ഏതൊരു വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടാവും. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും എല്ലാവരും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസം മാത്രമല്ല, കലാ കായിക രംഗങ്ങളിലും നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ഒരു വേദിയാവട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം മക്കളെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്നും പറയാൻ തോന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഇനി ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള ബ്ലോക്ക് മെമ്പർ ലത്തീഫ് വെള്ളേരി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു ബോൾ ഇവിടെ വെച്ച് കൈമാറുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ വിദ്യാർത്ഥികൾ വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരിയായ സഫീറ മാഡം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ബ്ലോക്ക് മെമ്പറും നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവുമായ മുൻ PTA പ്രസിഡന്റുമായ ലത്തീഫ് വെള്ളേരി, സ്വാഗതം പറഞ്ഞ അംസാഖ, അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ചെയർപേഴ്സൺ നൂർജഹാൻ, സെറീന മെമ്പർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, PTA MTA ഭാരവാഹികളെ, ടീച്ചേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കലം സ്കൂളിൻ്റെ 31ാം വാർഷികം
51 വാർഷികത്തിൻ്റെ ആ സന്തോഷ മുഹൂർത്തത്തിലാണ് നിങ്ങൾ. വിവിധതരം കലാപരിപാടികളും കായികപരമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ കുട്ടികൾ ഇവിടെയുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂൾ കാണുന്നത്. ഏതായാലും നല്ല ഇതിലൊരു സ്കൂൾ എല്ലാ ചുറ്റുപാടും നോക്കി എന്താ പറയുക, ഒരു ഓഡിറ്റോറിയം, സ്കൂളിൻ്റെ ഭൗതിക ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇത്രയും ഒരു സ്കൂള്, ഒരു LP സ്കൂള് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്ന് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഈ സ്കൂള് ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ. ഇവിടെ കുട്ടികളൊക്കെ കലാപരമായി കുറേയധികം ഉറക്കൊക്കെ തൂങ്ങി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ആശംസകളൊന്നും കൂടുതലായി പറയാൻ ഇല്ല. ഏതായാലും കുട്ടികളുടെ കലാപരമായ കഴിവുകളും ഒരുപാട് നമ്മൾ ഇവിടെ കണ്ടു. ഇനിയും കുട്ടികൾ ഒരുപാട് ഉയരത്തിലെത്തട്ടെ. ടീച്ചേഴ്സ് ഇതിൻ്റെ ഒരു ഭാഗമാക്കണം. അതുപോലെ തന്നെ PTA പ്രസിഡന്റും HMC MTA എല്ലാവരും ഒരു ശ്രമഫലമായിട്ടാണ് നമ്മുടെ സ്കൂളിന് ടീച്ചേഴ്സിൻ്റെ ഫലമായി എല്ലാവരും വളരെയധികം ഹാർഡ് വർക്കായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ എല്ലാവിധ നിലവാരത്തിലെത്തുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ആശംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നേരത്തെ അറിയിച്ച പോലെ ഈ ഫുട്ബോൾ ഏറ്റുവാങ്ങാനുള്ള കുട്ടികൾ വേദിയിലേക്ക് എത്തണം എന്നൊരിക്കൽ കൂടെ അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൂർജഹാൻ സലാം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കലം LP സ്കൂളിൻ്റെ 51 വാർഷിക ഉദ്ഘാടനം ചെയ്യാനും കുട്ടികളുടെ പരിപാടികൾ നടത്തുവാനും അതിൽ കൂടി നമ്മൾ ഇന്ന് വെച്ച ഈ പരിപാടി എല്ലാ രക്ഷിതാക്കളും കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലേക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞ പിന്നെ അധ്യക്ഷൻ ലത്തീഫ് പിള്ളേരി, ഉദ്ഘാടനം ചെയ്ത ജബ്ബാർ ഹാജി, ആശംസകൾ അറിയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, ആയിഷ KD ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവർക്കും ഷറീന ഭാരവാഹികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ്. ബ്ലോക്ക് മെമ്പർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരുടെയും പിന്തുണയും അതിനൊപ്പം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഇവിടെ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ഈ ബ്ലോക്ക് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷറീന മാഡം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷ ലത്തീഫ് പിള്ളേരി, പിന്നെ മാനേജ്മെൻറ്റ് അംസാക്ക, പഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ 15ാം വാർഡ് എൻ്റെ വാർഡിൻ്റെ ഭാഗത്തുനിന്നും സ്കൂളിന് എല്ലാ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഭാവിയിൽ വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പലപ്പസ് 2026 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി
ബ്ലോക്ക് മെമ്പർ ലത്തീഫ് വെള്ളേരി ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായിട്ടുള്ള കുട്ടികൾക്ക് കായിക രംഗത്തെ പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഒരു ഫുട്ബോൾ രീതിയിൽ വെച്ച് കൈമാറുന്നു. നമ്മുടെ ഈ ഔപചാരികമായ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുട്ടികളുടെ വൈവിധ്യമാർന്ന വർണ്ണാഭമായ ഒട്ടേറെ പരിപാടികളാണ് വേദിയിൽ നടക്കാനിരിക്കുന്നത്. അതിനുവേണ്ടി വേദി വഴിമാറുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത PA ജബ്ബാർ ഹാജി, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബ്ലോക്ക് പ്രസിഡന്റ് ആയിഷ കെട്ടി, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ